ദേവി, നിദ്രയ്ക്ക് കാലം വൈകിയല്ലേ? ഇല്ല, തിങ്കൾ ഉദിച്ചുയരുന്നതേയുള്ളൂ. അങ്ങ് എഴുത്തു തുടർന്നാലും മതി. സായങ്കാലത്തിലേ ഇരുന്നതല്ലേ, വിചാരിച്ചതിലും ഏറെ എഴുതി കഴിഞ്ഞു. ഈ ഉള്ളവള ശ്രദ്ധിച്ചു. നാരായമുനിക്ക് തീരെ വിശ്രമമില്ലായിരുന്നു. നേരാണ് ദേവി. അങ്ങനെ വരാൻ കാരണം എന്താണെന്നറിയാമോ? കവനശേഷി ഏറിയിട്ടല്ല. സത്യത്തിൽ നാം ഇപ്പോൾ ചെയ്യുന്നത് പകർത്തിവെക്കൽ മാത്രം. ഹൃദയത്തിൽ എന്നോ കുറിച്ചിട്ട് കഴിഞ്ഞവ ഓലയിലേക്കാക്കുന്നു എന്ന് മാത്രം. അറിയാമോ ദേവിക്ക്, കാരാഗൃഹത്തിനുള്ളിൽ ദേവിയെ മടിയിൽ കിടത്തി ഉറക്കുമ്പോൾ ഭിത്തിക്ക് മേലുള്ള ചെറു ജാലകത്തിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിൻ്റെ വർണ്ണ വ്യതിയാനങ്ങളിൽ കണ്ണുനട്ടിരിക്കുമ്പോൾ അപ്പോഴൊക്കെ കുറിച്ചിടുന്നുണ്ടായിരുന്നു മനസ്സിൽ വിഷ്ണു സഹസ്രനാമത്തിനൊരു ഭാഷ്യം. എഴുതി തീർന്നവയൊക്കെ വായിച്ചു തീർത്തിട്ടുമുണ്ട് ഈ ഉള്ളവൾ. എന്തു തോന്നി? ഭാഷ്യക്കാരൻ്റെ വിഭക്തിമുറ്റിയ ഭാഷയല്ല, ഒരു ഭക്തന്റെ കാവ്യനിർമ്മലമായ ഭാഷയാണ് ഈ ഉള്ളവൾക്ക് കാണാൻ കഴിഞ്ഞത്. എങ്കിൽ നാം കൃതാർത്ഥനായി. കൗമാരത്തിൽ സ്വന്തമായ ഒരു കാവ്യം ചമയ്ക്കണമെന്നായിരുന്നു ചിന്ത. ഇതിവൃത്തവും മനസ്സിലുറപ്പിച്ചു. ഗോമാഹാത്മ്യം, സർവാഭീഷ്ടദായിനിയായ കാമധേനു ചരിതത്തിൽ തുടങ്ങി ഒരു കൃതി. ഗോമാഹാത്മ്യം ഒറ്റയ്ക്കൊരു കൃതിയിൽ നിന്നും പൂർണ്ണമായും കിട്ടില്ലല്ലോ. ആകയാൽ ഒക്കെയും ചേർത്തൊരു ഗ്രന്ഥം. ഗോക്കൾ, കൊമ്പൊന്നിൽ ഇന്ദ്രൻ, മറ്റൊന്നിൽ മഹാവിഷ്ണു, ശൃംഗമധ്യത്തിൽ ബ്രഹ്മാവ്, നെറ്റിയിൽ ശ്രീപരമേശ്വരൻ, ശ്രോത്രങ്ങളിൽ അശ്വിനി ദേവന്മാർ, കണ്ണുകളിൽ സൂര്യചന്ദ്രന്മാർ, ദന്തങ്ങളിൽ മരുത്തുക്കൾ, നാവിൽ സരസ്വതി, ചർമ്മത്തിൽ പ്രജാപതി, നിശ്വാസങ്ങളിൽ 4 വേദങ്ങളും 6 വേദാംഗങ്ങളും, അധരത്തിൽ വസുക്കൾ, വായിൽ അഗ്നി, കഴുത്തിൽ പാർവതി, മുതുകിൽ നക്ഷത്രങ്ങൾ, കുളമ്പിൽ ഗന്ധർവന്മാർ, സ്തനങ്ങളിൽ ചതുസമുദ്രങ്ങൾ. ദേവി, ഒരു മഹാസൃഷ്ടി തന്നെയാണ് ഗോക്കൾ. എഴുതാമായിരുന്നു. അത്രത്തോളം വാങ്മയത്തിനുടമയല്ല ഈ ഉള്ളവനെന്ന് തോന്നി. പിന്നെ വാക്കുകളേക്കാൾ ഏറെ നാം സ്വന്തമാക്കിയത് ഗോക്കളെ. അവർക്കിടയിൽ ജീവിക്കവേ മനസ്സിൽ അവരെക്കുറിച്ച് എഴുതാൻ കരുതിയ വാക്കുകൾ നഷ്ടമായതുപോലെ. പിന്നെ കാവ്യം ചമയ്ക്കാൻ ഒരുമ്പിട്ടില്ല. ഏതാനും ഭാഷ്യങ്ങൾ, അതു മതിയെന്ന് മനസ്സിലുറപ്പിച്ചു. ഭാഷ്യങ്ങൾ, പൂർവ്വവിരചിതമായ കൃതികളുടെ ആത്മാംശം കലർന്ന വ്യാഖ്യാനങ്ങൾ, ഓരോ ശ്ലോകങ്ങളിൽ നിന്നും ഉൾക്കാമ്പുരുത്തിരിച്ചെടുക്കാനുള്ള ശ്രമം. ദേവി, ഭാഷ്യകാരൻ്റെ കർമ്മം ക്ഷീരമഥനം പോലെ കടഞ്ഞെടുക്കണം. ആന്തരാർത്ഥത്തിൻ്റെ നറുനെയ്. അങ്ങ് എഴുതുന്നത് കാണുമ്പോൾ ഈ ഉള്ളവളുടെ മനസ്സിലും ക്ഷീരമഥനം ചെയ്യുന്നൊരു ഗോപാംഗനയുടെ ചിത്രം തന്നെയാണ് തെളിയുക. എഴുതിയത് വായിച്ചു കഴിയുമ്പോൾ നറുനെയ് ആവോളം ഉണ്ടായെന്ന് തോന്നും. കണ്ണാ, കണ്ണാ, ദാ നോക്ക്, അങ്ങോട്ട് നോക്ക്. അമ്പിളി അമ്മാമൻ. ആരാ? അമ്പി. കൊഞ്ചി പറയടാ കണ്ണാ, കേൾക്കട്ടെ. അമ്പിളി അമ്മാമൻ. അമ്പി. മോന് അമ്പിളി അമ്മാമനെ കളിക്കാൻ വേണോ? ദേ ഇവിടെ. അതിനെ പിടിച്ചേരോ? അയ്യോ മോനെ, അതിനെ പിടിക്കാൻ പറ്റില്ലല്ലോ കണ്ണാ, അത് പ്രതിബിംബാ. മോൻ അങ്ങോട്ട് നോക്ക്. കണ്ണൻ ഇത് മതി. മോനത് വേണോ? രോഹിണി അമ്മ ഇപ്പൊ പിടിച്ചേരാൻ കേട്ടോ. അയ്യോ, പോയി. അമ്പിളിയമ്മ പോയി മോനെ. എനിക്ക് വേണം, എനിക്ക് വേണം. എവിടെ? അമ്പിളി മാമൻ പോയി മോനെ. അയ്യോ, മോൻ കരയാതെ കണ്ണാ. മോൻ കരയണ്ട കേട്ടോ. മോന് അമ്മ വെണ്ണ തരാലോ. അമ്പിളി അമ്മാമന്റെ അത്രയുള്ള വെണ്ണ അമ്മ ഉരുട്ടി തരാം. വാ. ആഹാ, ഇതാര്? കണ്ണൻകുട്ടനോ?
എന്തിനാ വന്ന് പതുങ്ങി നിൽക്കുന്നേ? പറയടാ പൊന്നുമണി, നിനക്കെന്താ വേണ്ടത്? വെണ്ണ വേണം. ദാ. ഇനിയും വേണം. ഇനിയും വേണം. വെണ്ണ മതിയോ മോനെ? ഇപ്പം മതി. ഇനി പിന്നെ വരാമേ. അല്ലേ, നന്ദഗ്രഹത്തിലാണോ വെണ്ണയ്ക്ക് ക്ഷാമം? പിന്നെ കണ്ണൻ എന്തിനാ ഇങ്ങനെ ചോദിച്ചു വാങ്ങി തിന്നുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞല്ലേ, അതിനെന്തറിയാം? എന്ന് പറഞ്ഞാൽ മതിയോ? നന്ദഗ്രഹത്തിലെ കുഞ്ഞ് അയൽ വീടുകൾ തോറും നടന്ന് വെണ്ണ ചോദിച്ചു വാങ്ങി തിന്നുന്നത് മോശമല്ലേ? ഏയ്, നമ്മളത് കാര്യമായിട്ട് എടുക്കണ്ട. എടുക്കണം. നമ്മുടെയൊക്കെ പൊന്നുണ്ണിയ കണ്ണൻ, അവൻ ഇങ്ങനൊരു ദുശീലം വളർന്നു വരാൻ പാടില്ല. ഞാൻ ഇന്ന് തന്നെ യശോദാമ്മയോട് പറയും കണ്ണൻ വെണ്ണ ചോദിച്ചു വാങ്ങി തിന്നെന്ന്. കണ്ണാ, എവിടെ പോയിരുന്നു? എവിടെയാ പോയതെന്ന്? കളിച്ചാൻ. എവിടെയാ കളിച്ചത്? കണ്ണാ, സത്യം പറഞ്ഞോ, നീ എവിടെയാ പോയത്? കുളിച്ചാൻ പോയി. ആദ്യം കളിക്കാൻ പോയി, പിന്നെ കുളിക്കാൻ പോയി. പച്ചക്കള്ളേ പറയൂ, നല്ല തല്ലു വെച്ച് തരും ഞാൻ. അയൽ വീടുകളിലൊക്കെ വെണ്ണ ചോദിച്ചു വാങ്ങാൻ പോയതല്ലേ നീ? വെണ്ണ കൊതിയൻ, കള്ളൻ. മോനെ, അയലത്തൊക്കെ പോയി വെണ്ണ വാങ്ങിച്ചു തിന്നാ നിന്റെ ചങ്ങാതിമാർ നിന്നെ കളിയാക്കില്ലേ വെണ്ണ കൊതിയനെന്ന്? അത് നാണക്കേടല്ലേ മോനെ? ഇനി മോനെ എങ്ങും പോയി വെണ്ണ ചോദിക്കരുത്. അമ്മ മോനെ ഇഷ്ടം പോലെ വെണ്ണ തരാലോ. വാ.